ഹായ്, ഞാൻ ദീപ. ചൂസ് യുവർ ബാറ്റിൽ വൈസ്ലി എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്, അറിയായിരിക്കുമല്ലോ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നമ്മുടെ വെൽബീയിങ്ങിനും നമ്മുടെ ഗോൾസിനും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ അനാവശ്യമായ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ബാറ്റിൽസ്, നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടാത്ത അല്ലെങ്കിൽ വർത്ത് ഇഗ്നോറിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമതെന്ന് പറയുന്നത് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ഫുട്ബോൾ സ്റ്റാർസ് അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സ്, ഇവരൊക്കെ തമ്മിൽ വെച്ചിട്ട് നമ്മൾ പറയുമല്ലോ ഇന്നയാളുടെ ഫാനാണ് ഞാൻ, അപ്പോൾ വേറെ ആൾ പറയണം മറ്റേ ആളുടെ ഫാനാണ്, അല്ലെങ്കിൽ ഇയാളുടെ ബൗളിംഗ് ആണ് നല്ലത്, ഇയാളുടെ ബാറ്റിംഗ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഇയാളുടെ അഭിനയമാണ് നല്ലത്, ഇയാൾക്ക് ഇങ്ങനെ കോമഡി അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഡിബേറ്റിലോട്ടൊക്കെ പോകാറുണ്ടല്ലോ. ഒരു ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡിബേറ്റിലേക്ക് പോയിട്ട് ഒത്തിരി സമയം കളയുന്നൊരു പരിപാടിയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പം വേറൊരാളുടെ അഭിപ്രായത്തോട് നമുക്ക് വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് സെറ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അക്സെപ്റ്റ്, മുന്നോട്ട് പോവാം, അത്രയേ ഉള്ളൂ. ഇന്നയാൾക്ക് ഇന്നയാളാണ് ഇഷ്ടം, ആയിക്കോട്ടെ, എനിക്ക് ഇന്നയാളെയാണ് ഇഷ്ടം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുതിര കയറാതെ അവരവരുടെ ഇഷ്ടങ്ങളെ മാനിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ചുമ്മാ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരിക്കും ഈ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ ഫാൻസ് തമ്മിലുള്ള അടിയൊക്കെ ചുമ്മാ ആണ്. അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും കാണില്ല. ഈ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് ഫാൻസിൻ്റെ സമയം കളയുന്നു, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താതെ പോകാനായിട്ട് കാരണമാകുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അതിനകത്തുണ്ടാകുന്നില്ല. പിന്നെ ഉള്ളത് പേഴ്സണൽ അറ്റാക്സ് ആണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന അഭിപ്രായമാണ് എന്ന് വെച്ചിട്ട് നമ്മളെ അല്ലെങ്കിൽ നമ്മളോടുള്ളൊരു എതിർപ്പ് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അഭിപ്രായങ്ങളാണെങ്കിലും സജഷൻസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വഴിക്ക് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറെ ആരും തന്നെ ഒരു സപ്പോർട്ട് നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ പതുക്കനെ അതിൽ നിന്ന് അങ്ങ് മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മുടെ തീരുമാനമാണ് കറക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ടൈം വേസ്റ്റാണ്, അല്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കാൻ പോകുന്നത് ഒരു ടൈം വേസ്റ്റാണ്. അപ്പം അതൊരു പേഴ്സണൽ അറ്റാക്കാണ്. അപ്പോൾ നമ്മൾ ആ പേഴ്സണൽ അറ്റാക്ക് എന്നുള്ള സംഭവത്തിനെ ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇപ്പം മുന്നോട്ട് പോകുന്നത് അതിന് ഗുണകരമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ജസ്റ്റ് പേഴ്സണൽ അറ്റാക്ക് ആയിട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സജഷൻസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സജഷൻസ് വാലിഡ് അല്ല എന്ന് ഉള്ള രീതിയിൽ സംസാരം വരുവാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. നമ്മളത് പ്രൂവ് ചെയ്യാൻ കാണിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് അതോറിറ്റി വേണം. അപ്പോൾ അങ്ങനെ ഒരു അതോറിറ്റി ഇല്ല, നമ്മളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ റെസിസ്റ്റൻസ് ഉള്ളെടുത്ത് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് നമ്മളങ്ങ് മാറുക. സെയിം നമുക്ക് തിരിച്ചായാലും ഇപ്പോൾ ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും. ശരിക്കും വേണ്ടത് എന്തുവാണ്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുപോലെ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് അതിലോട്ട് പോവുകയാണെങ്കിലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണം. ഒരാൾ മാത്രമായിട്ട് ഒത്തിരി അധികം എഫേർട്ട് ഇടുന്നു, വേറെ ആൾക്കാർ ഇയാളെ ടാർഗറ്റ് ചെയ്ത് കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നുവെങ്കിൽ ആ പ്രോജക്റ്റ് ഫെയിലാവും. ഞാൻ പ്രോജക്റ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ, ഒത്തിരി സാഹചര്യങ്ങളിൽ അതുണ്ട്. ഇപ്പം ഫാമിലിയിലായാലും ഫ്രണ്ട് സർക്കിളിലായാലും അല്ലാതെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനാണെങ്കിലും ഈ ഒരു പേഴ്സണൽ അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പതിയെ മാറുന്നതാണ് നമുക്ക് നല്ലത്. നമ്മളതിന് എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എതിർത്ത് നിൽക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് അതോറിറ്റി വേണം, പിന്നെ നമുക്കത് അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ടിന് കുറച്ച് പേരെങ്കിലും വേണം. ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. നമുക്ക് ആ സമയത്ത് നമ്മുടെ പ്രയോറിറ്റീസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് തിരിയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതങ്ങ് വിട്ട് കളയുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഇപ്പം മതം, രാഷ്ട്രീയം, ദൈവം, അതുപോലത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കിൽ ഇപ്പം എഗെയിൻസ്റ്റ് നിൽക്കുന്ന അയാളുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അയാളുടെ ഒരു വാദം അത് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി ചിന്തിക്കാൻ അയാൾ തയ്യാറല്ല. അല്ലെങ്കിൽ ഇപ്പോൾ അയാളുടെ ഗുണത്തിനാണെങ്കിൽ പോലും നമ്മൾ എത്ര പറഞ്ഞാലും അയാൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറാനായിട്ട് പോകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചുമ്മാ അതിന് വേണ്ടിയിട്ട് വാദിച്ച് ടൈം കളയുന്നത് വെറുതെ
അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ സെൻസിറ്റീവ് ടോപ്പിക്സ് ആയാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്ര സ്ട്രോങ് ആയിട്ട് അയാൾ ബിലീവ് ചെയ്യുന്നൊരു കാര്യത്തിനോട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാൻ പറ്റാത്തൊരു കേസാണത്. അപ്പോൾ അതിന് നമ്മൾ ചുമ്മാ വാദിച്ച് നമ്മുടെ ടൈം കളയേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ എഫേർട്ട് ഇടുന്നത് അങ്ങോട്ട് മാറ്റുക. കാരണം നമുക്ക് വേറെ പ്രയോറിറ്റീസ് ഉണ്ട്, അതിൻ്റെ പുറകെ പോവുക. ഇനിയുള്ളത് തെറ്റിദ്ധാരണകളാണ്. ഇപ്പം നമുക്ക് വേറൊരാളെ പറ്റി തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് മുൻവിധിയോടെ ആയിരിക്കും പുള്ളിയെടുത്ത് പെരുമാറുന്നത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺലി പോയിട്ട് അത്രയ്ക്ക് അടുത്ത ഒരാളാണെങ്കിൽ ഓപ്പൺലി പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ചുമ്മാ നമ്മൾ മനസ്സിൽ ഓരോ കാര്യം വെച്ചിട്ട് വേറൊരു രീതിയിൽ ചിന്തിച്ച് പിന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം മുഖം വീർപ്പിച്ച് നടക്കുമോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വെൽ ബീയിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറത്തില്ല, പുള്ളി ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. നമുക്ക് അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അപ്പം എന്താ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ വെൽ ബീയിങ്ങിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്ത് പുറകെ നടക്കുക എന്നുള്ളതാണോ, അതോ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കാൻ നോക്കുക എന്നുള്ളതാണോ? അല്ലാതെ അങ്ങനെയൊന്നും ചെയ്തിട്ട് നമുക്ക് പറ്റുന്നില്ല, ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നില്ല എന്ന് കാണുവാണെങ്കിൽ അവോയ്ഡ് ചെയ്യുകയാണോ വേണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ളത് ഗോസിപ്സ് ആൻഡ് റൂമേഴ്സ് ആണ്. അത് നമ്മൾ മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഗോസിപ്സ് ആൻഡ് റൂമേഴ്സിന് നമ്മുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ആൾക്കാരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിപ്പം എന്താണ് ഓൺലൈൻ മീഡിയാസൊക്കെ ഒത്തിരി അധികം ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ഇവിടെ ഇന്ന ആൾക്ക് ഇന്നത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമുക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അതിനൊരു ലിമിറ്റ് വെക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇൻവോൾവ് ആവാതെ മാക്സിമം ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിന് അങ്ങനെ ഗോസിപ്സിലേക്ക് നമ്മൾ പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാത്ത് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം ഒരു ചെറിയ ന്യൂസിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മളതൊരു വലിയ ഒരു കാര്യമാക്കി കൊണ്ടുപോകാനും പിന്നെ അതിലേക്ക് തന്നെ നമ്മളെ ഫോക്കസ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ ഒരു ഗോസിപ്പ് ആ റൂമർ ആ ഒരു ഏരിയയിലേക്ക് കടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പയ്യെ അതിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ ടൈം വേസ്റ്റ് ആയിരിക്കും മിക്കവാറും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണ്, ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച കാര്യം തന്നെയായിരിക്കും, അതിലേക്ക് ഇൻവോൾവ് ആവുകയാണ്, പല ആൾക്കാരെ പറ്റി പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊരു തരം ഗോസിപ്പിങ്ങിലേക്കും, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അതൊരു റൂമറായിട്ട് ബാക്കിയുള്ളവരുടെ പോകാനും ഒക്കെ ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മളുടേതായ പ്രയോറിറ്റീസ് ആൻഡ് ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പയ്യെ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതാണ് നമ്മുടെ ടൈം വേസ്റ്റ് ആവാതിരിക്കാൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ ചൂസ് യുവർ ബാറ്റിൽ വൈസ്ലി. ഈ ബാറ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കുക. അതോ നമ്മുടെ സമയം കളയുകയാണോ? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല പല സിറ്റുവേഷൻസിൽ നമ്മൾ ആവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതുപോലെയുള്ള അനാവശ്യമായ ബാറ്റിൽസ് കടന്നു വന്ന് നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് ടൈം വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക, ഇപ്പം ഞാൻ ഇൻവോൾവ് ആവുന്ന ഈ കാര്യം ശരിക്കും എനിക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ആണ്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ അറ്റാക്ക് പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈഗോയിസ്റ്റിക് ആയിട്ട് പെരുമാറുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്മൂത്ത് ആയിട്ടുള്ള വർക്കിങ്ങിന് ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ ഇടത്തൊക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ വെൽബീയിങ്ങിന് നല്ലത്. ചിലയിടത്തൊക്കെ നമുക്ക് അതോറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചുമ്മാ ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ആ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസങ്ങളോ തന്നെ ചുമ്മാ പോയെന്ന് വരാം. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് ഒന്നെങ്കിൽ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് നമുക്ക് അപ്പം എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിനൊക്കെ എക്സാമ്പിൾ പറയാനായിട്ടില്ല. മിക്കവാറും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് നമ്മുടെ കൺട്രോളിനും അപ്പുറമുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ കൺട്രോളിന് അതീതമായിട്ട് കുറേയധികം കാര്യങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ പ്ലാൻ നടക്കുന്നില്ല, അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, നമ്മൾ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് പിന്നെ കുറച്ച് സമയം പോകുന്നു. അങ്ങനെ തന്നെ അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരാളാണെന്ന് അറിയാമല്ലോ. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ ഇടവിട്ടാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ തലേന്ന് കിടക്കുമ്പോൾ തന്നെ പിറ്റേത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പം
എൻ്റെ പ്ലാനൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ടായി വരികയാണ്. അപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും എനിക്ക്. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ്. അതായത് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 2-2.5 മണിക്കൂർ പോയി കിട്ടും, ചിലപ്പോൾ അതിൽ കൂടുതലും ആവും. അപ്പോൾ ഇതാലോചിക്കുമ്പോൾ നമ്മളങ്ങോട്ട് ടെൻഷൻ ആവാൻ തുടങ്ങും. എൻ്റെ ദൈവമേ, ഇനി അവിടെ പോയി അത്രയും സമയം കഴിഞ്ഞ് പിന്നെ അവിടെ പോയതിൻ്റെ ക്ഷീണം വേറെ, തിരിച്ച് വന്ന് കുഞ്ഞിനെ നോക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഞാൻ 10 മണിക്ക് ഇവിടെ പോകാമെന്ന് കരുതിയിരുന്നു, 11 മണിക്ക് അവിടെ പോകാമെന്ന് കരുതിയിരുന്നു, അതൊന്നും നടക്കത്തില്ലല്ലോ. ഇതാലോചിച്ച് ചിലപ്പം രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കും കുഞ്ഞിന് വയ്യാണ്ടാവുന്നത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി എണീക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, കിടത്തുന്നു, ഉറക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലും എൻ്റെ ടെൻഷൻ ഇതായിരിക്കും, ദൈവമേ തീർന്ന്, എൻ്റെ പ്ലാനിങ് കംപ്ലീറ്റ്ലി പോയി. അന്നേരം നമ്മൾ ശരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ട കുഞ്ഞിനാണ്. പക്ഷേ അന്നേരം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ എനിക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ കുഞ്ഞിന് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല കുഞ്ഞിന് വയ്യായിരുന്നു, അതുകൊണ്ട് ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ടാലി ആക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ ബഫർ ഇട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല ഇത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, കുഞ്ഞിന് വയ്യ, അപ്പോൾ നാളത്തെ കാര്യം നടക്കില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നാളത്തത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസം ടാലി ആക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. സെയിം ഗോസ് വിത്ത് ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രെയിനൊക്കെ ഇപ്പോൾ ഒത്തിരി ക്യാൻസൽ ആവുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എടുക്കുക. നമ്മൾ ചുമ്മാ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനിയുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ റെക്കറിങ് ആയിട്ട് വരുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. സേ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്, എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും ലോണ്ട്രി ചെയ്യണം എന്ന് ഞാൻ എൻ്റെ മൂത്ത ആളോട് പറയുകയാണ്. അവളിപ്പോൾ ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് ചെയ്യില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു സ്ഥിരം ഒരു ഏർപ്പാടാണ്. അപ്പോൾ അത് അവളുടെ സ്വഭാവമായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മൾ അതിനോട് അരിശപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല, ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ടിരുന്ന് കുറച്ച് കാമായിട്ടിരുന്ന് അവളോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെയും ഒരു മാസത്തേക്കെങ്കിലും ആ ഒരു കാമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു ഗുണമായിട്ട് അവർ ചിലപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെന്ന് വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം വേറൊരു നമ്മുടെ ഒരു ഗ്രൂപ്പ് മെമ്പറുമായിട്ട് എപ്പോഴും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ. എന്തെങ്കിലും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യണം, റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, പക്ഷെ റെഗുലറായിട്ട് പുള്ളി അത് വിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ചോ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലോ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പദം പറഞ്ഞുകൊണ്ട് നടക്കാതെ നേരിട്ട് ചെന്നിട്ട് കാമായിട്ട് എനിക്കിത് വേണ്ട കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. മിക്കവാറും ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ ഹൗസ് ഹെൽപ്പ് നേരെ വീട് ക്ലീൻ ചെയ്യുന്നില്ല, എത്ര പറഞ്ഞിട്ടും വീട് ക്ലീൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കാമായിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടോ ചെന്നിട്ട് കാര്യം പറയണം, ഇത് ക്ലീൻ ചെയ്യാനാണ് ഞാനിവിടെ നിർത്തിയേക്കുന്നത്, അപ്പോൾ ഇത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതിന് പകരം യൂഷ്വലി നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ മനസ്സിൽ തന്നെ ഇട്ട് പറയല്ലേ, നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് പറയും ഇവരൊരു ജോലിയും ചെയ്യുന്നില്ല, ഇവരെ കൊണ്ടൊരു രക്ഷയില്ല, അങ്ങനെ പറയാറുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. ശരിക്കും പറയേണ്ടത് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കാര്യം നടക്കും, ഇല്ലെങ്കിൽ നമുക്ക് അവരെ മാറ്റിയിട്ട് വേറൊരാളെ എടുക്കാം. ഇനിയുള്ളത് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ആണ്. അതിപ്പോൾ നമ്മുടെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും വരാം. നമ്മുടെ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഫാമിലി മെമ്പർ ആവാം, ഇല്ലേ നമ്മുടെ പരിചയക്കാരാവാം, ഇല്ലേ നമ്മുടെ മക്കളാവാം, നമ്മുടെ പാർട്ട്ണറാവാം, എങ്ങനെയും ആവാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നീ ഇത് ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരാണ്. എപ്പോഴും പറയുന്നതിനെയാണ് പറയുന്നത്, വല്ലപ്പോഴും കൂട്ടിയിട്ട് ഇത് ശരിയായില്ല എന്ന് പറയുന്നതിനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്താലും ഒരു നല്ല അഭിപ്രായമില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ ഡൗൺ ആക്കുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ലൈഫിലെങ്കിൽ അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവർ കാരണം നമുക്ക് ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കുള്ള കോൺഫിഡൻസ് തന്നെ നഷ്ടമായി പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ബാറ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? പയ്യെ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണോ
നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ ഡിസ്കഷൻ ഇവരുമായിട്ട് അങ്ങോട്ട് പതുക്കനെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവരിൽ നിന്ന് പതുക്കനെ അകലുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പോയിരുന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നമായിരിക്കത്തില്ല. അങ്ങനെ ആകുമ്പം വളരെ നൈസായിട്ട് അവർ പോലും അറിയാതെ നമ്മളതിനെ ഇച്ചിരി ഒന്ന് എഫേർട്ട് ഇട്ട് ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനെ പ്രതി മാത്രം ഈ ഒരു ചെറിയ ഏതെങ്കിലും ഒരു കേസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി മേലാൽ ആ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാതിരുന്നാൽ മതി. അപ്പം പയ്യെ നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് പതുക്കനെ അല്ലെങ്കിൽ അവരുടെ കമൻസ് ശ്രദ്ധിക്കാതിരുന്നാൽ മതി. പയ്യെ നമുക്ക് കോൺഫിഡൻസ് കൂടും, നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും. നമുക്കൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് തോന്നുന്ന ആൾക്കാരെ ഒന്ന് നോട്ട് ചെയ്യുക. അത് ഭയങ്കര എന്താണ് സീരിയസ് ഇഷ്യൂ ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, പയ്യെ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗോൾസുമായിട്ട് അലൈൻഡ് അല്ലാത്ത ബാറ്റിൽസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കുറേയധികം ബിസിനസ് റിലേറ്റഡ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ ഒത്തിരി ബിസിനസ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്, ക്ലബ് ഹൗസ് ഗ്രൂപ്പ്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും പിന്നെയും ഇതുപോലുള്ള ഡിസ്കഷൻസിലൊക്കെ ഇൻവോൾവ് ആവും. ഒത്തിരി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പോകും, ഒത്തിരി ഡിബേറ്റ്സും കാര്യങ്ങളും അതിൻ്റെയൊക്കെ പുറകെ നമ്മളിങ്ങനെ പോകാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വാല്യൂ ഉള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മളതിൽ നിൽക്കണം. ഇത് ഞാൻ ക്ലബ് ഹൗസിലൊക്കെ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ആദ്യമൊക്കെ നല്ലതായിരുന്നു, ഒത്തിരി ഇൻഫർമേഷൻ നമുക്ക് കിട്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ മീറ്റിങ്ങിലും പറയുന്നത്. അപ്പം നമ്മൾ ചുമ്മാ നമ്മുടെ സമയം കളയുന്നു എന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് നമ്മുടെ ഒരു നമ്മുടെ ഷെഡ്യൂളിനെ ബാധിക്കാൻ തുടങ്ങി. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ക്ലബ് ഹൗസിൽ നിന്നൊക്കെ ഞാൻ ഒത്തിരി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചധികം സമാധാനം കിട്ടിയ പോലാണ് എനിക്ക് തോന്നുന്നത്. സെയിം ഗോസ് വിത്ത് ഫേസ്ബുക്ക് ബിസിനസ് ഗ്രൂപ്പ്സ്. ഞാൻ ഇപ്പോഴും അതിലൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അത്ര ആക്റ്റീവ് ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്രേസാണ്, എല്ലാത്തിനും ആൻസർ കൊടുക്കണം, എനിക്ക് ഇതെല്ലാം അറിയാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രയോറിറ്റീസ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ടൈം കൊടുക്കുന്നത്. അപ്പം അതിന് നമ്മൾ വ്യക്തമായൊരു കുറച്ച് ടൈം കൊടുത്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ്ലി ഇതിലോട്ട് ഇൻവോൾവ് ആയാൽ ശരിക്കും നമ്മുടെ ഗോൾസുമായിട്ട് അലൈൻഡ് അല്ല ഈ വക ബാറ്റിൽസ് ഒന്നും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം നമ്മുടെ ബാറ്റിൽ നമ്മൾ വൈസായിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വെൽബീയിങ്, നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഗോൾസിനൊന്നും നിരക്കാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞതല്ലാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊന്ന് ചുറ്റുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടൈം പാസ്സാണ്. അത് നമ്മുടെ പ്രയോറിറ്റീസുമായിട്ട് അലൈൻഡ് ആവുന്നില്ല. സോ അത് നോക്കിയും കണ്ടും റിമൂവ് ചെയ്താൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ.